പീഡിപ്പിച്ചു, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്നൊക്കെ തുറന്ന് സമ്മതിച്ച വേടിന് മാത്രം ഇവിടെ എന്ത് പ്രിവിലേജ് ആണുള്ളത്? കുറ്റാരോപിതരായ ദിലീപിനും വിജയ് ബാബുവിനും ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ കൈരളി ഫിലിം അവാർഡ്സ്, സംസ്ഥാന അവാർഡ്സ് ജൂറി കണ്ടത്? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ഈ ഒരൊറ്റ വരിക്ക് സംസ്ഥാന അവാർഡ്, അഭിനന്ദനങ്ങൾ. പക്ഷെ ഈ അഭിനന്ദനങ്ങൾക്കപ്പുറം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നാണ്: ഇരട്ടത്താപ്പ്. ഇവിടെ ഹോം സിനിമയെ ഇതിന്റെ നിർമ്മാതാവിന്റെ പേരിലുള്ള കേസിന്റെ പേരിൽ ഒറ്റ അവാർഡ് പോലും കൊടുക്കാതെ ജൂറി നിഷ്കരണം തടഞ്ഞപ്പോ കഞ്ചാവ് കേസ്, പുലിപ്പല്ല് കേസ്, ഒന്നല്ല രണ്ടല്ല ഒന്നിലധികം ലൈംഗിക പീഡന ആരോപണ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് ഇതേ ജൂറി മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് നൽകിയത്? ഒരു സർക്കാരിന് കീഴിൽ ഒരേ അവാർഡ് പ്രഖ്യാപനത്തിൽ ഈ രണ്ട് നിലപാടുകൾ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിയമവും നീതിയും സാംസ്കാരിക മൂല്യങ്ങളും ഈ ജൂറിക്ക് ബാധകമല്ലേ? റാപ്പർ വീടിന് ലഭിച്ച സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം വന്ന നിമിഷം മുതൽ സമൂഹ മാധ്യമങ്ങൾ തിളയ്ക്കുകയാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിയിലെ സർഗാത്മകതയെ അനുകൂലിക്കുന്നവർ ഒരു വശത്ത്, എന്നാൽ മറുവശത്താകട്ടെ നിയമത്തെയും നീതിയെയും പരിഹസിക്കുന്ന ഈ നടപടിയെ രൂക്ഷമായും വിമർശിക്കുന്നവരുടെ വലിയ നിര തന്നെയുണ്ട്. മുമ്പ് കമ്മാര സംഭവത്തിൽ ദിലീപിനെതിരെയും ഹോം സിനിമയുടെ നിർമ്മാതാവ് വിജയ് ബാബുവിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ ഓർക്കാം. അന്ന് കേസിന്റെ പേരിൽ ദിലീപിനെ പരിഗണിക്കേണ്ട എന്നും ഹോമിന് ഒരു അവാർഡ് പോലും പരിഗണിക്കില്ല എന്നും ജൂറിയുടെ ഭാഗത്ത് നിന്നും നിലപാടുണ്ടായിരുന്നു. എന്നാൽ വേടിന്റെ കാര്യത്തിൽ ഈ നിയമങ്ങളെല്ലാം അപ്രത്യക്ഷമായത് എങ്ങനെയാണെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അന്ന് ഒരു കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്ത മറ്റുള്ളവരും കുറ്റക്കാരാകുമോ എന്ന ഇന്ദ്രൻസിന്റെ ചോദ്യം ജൂറി കേട്ടില്ല. ഈ വിവാദത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: കലാപരമായ മികവിനെ അംഗീകരിക്കുമ്പോൾ നീതിയും നിയമവും ധാർമ്മികതയും ഒരു ജൂറിക്ക് ബാധകമാവണം, അല്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയെ പരിഹസിക്കലാകും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹോം സിനിമയെ തഴഞ്ഞത് ശരിയാണോ? വേടൻ അവാർഡ് കൊടുത്തതും ശരിയാണോ? നിങ്ങൾ തന്നെ പറയും.